Hello, good morning, everyone. Welcome to Cyber Learnings. So, ഇത് നമ്മുടെ മൂന്നാമത്തെ ലൈവ് സെഷൻ ആണ് യൂണിറ്റ് 1 തന്നെ. സോ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ടും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. Aristotle communication model, Shannon-Weaver communication model, Lasswell communication model, അങ്ങനെ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ മോഡൽസ് ഉണ്ട്. സോ അതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ മോഡൽ എന്ന് പറയുമ്പോൾ ബേസിക്കലി നമുക്കറിയാം ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, സെൻഡർ, മെസ്സേജ്, ചാനൽ, റിസീവർ, ഫീഡ്ബാക്ക്. സോ അങ്ങനത്തെ ഒരുപാട് എലമെന്റ്സ് ഉണ്ട് കമ്മ്യൂണിക്കേഷനിൽ. ഓക്കെ, സോ ഇതിൽ ഇവിടെ നിന്നും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ മോഡലിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു എലമെന്റ്സിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷനെയാണ് കമ്മ്യൂണിക്കേഷൻ മോഡൽസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ അതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കമ്മ്യൂണിക്കേഷൻ മോഡൽ എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു കമ്മ്യൂണിക്കേഷന്റെ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഒരു വിഷ്വൽ പ്രസന്റേഷനെയാണ് കമ്മ്യൂണിക്കേഷൻ മോഡൽ എന്ന് വിളിക്കുന്നത്. സോ നമ്മൾ ബേസിക്കലി പറയാറുണ്ട് ഒരു സാധാരണഗതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് 3 എലമെന്റ്സ് ആണ്. എല്ലാ കമ്മ്യൂണിക്കേഷൻ മെത്തേഡിലും പ്രോസസ്സിലും 3 എലമെന്റ്സ് ആണുള്ളത്. സെൻഡർ, മെസ്സേജ്, അതേപോലെ റിസീവർ. സെൻഡർ എന്ന് പറഞ്ഞാൽ ആരാണ് കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കുന്നത്, മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്താണ് മെസ്സേജ്, റിസീവർ എന്ന് പറഞ്ഞാൽ ആരുടെയൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ എത്തുന്നത്. സോ ഈ 3 സംഭവത്തെയും ഒരു പിക്ചോറിയൽ ഒരു ഡയഗ്രാം രൂപത്തിൽ ജസ്റ്റ് ഒരു കോളം വരച്ചിട്ട് സെൻഡർ, അടുത്തതായിട്ട് മെസ്സേജ്, അടുത്തതായിട്ട് റിസീവർ, അങ്ങനെ ഒരു പിക്ചർ മോഡൽ അല്ലെങ്കിൽ ഒരു വിഷ്വൽ പ്രസന്റേഷൻ പോലെ കാണിക്കുന്നതിനെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ മോഡൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ആ ഒരു എലമെന്റ്സിനെ ഒക്കെ തന്നെ കാണാനും അതിന്റെ ഒരു പ്രോസസ്സും ഒക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇവിടെ കൊടുത്തതാണ് ഒരു കമ്മ്യൂണിക്കേഷൻ മോഡലിന്റെ ഒരു എക്സാമ്പിൾ. ഓക്കെ, സോ ഇവിടെ എന്താണ്, ഇവിടെ സാധാരണഗതിയിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ എല്ലാ എലമെന്റ്സും വരുന്നുണ്ട്. കമ്മ്യൂണിക്കേറ്റർ, എൻകോഡിംഗ്, മെസ്സേജ്, മീഡിയം, നോയിസ്, ചാനൽ, റിസീവർ, ഡീകോഡിംഗ്, ഫീഡ്ബാക്ക് തുടങ്ങിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാ എലമെന്റ്സും ഉണ്ട്. സോ ഈ എലമെന്റ്സിനെ എല്ലാത്തിനും എങ്ങനെയാണ് ഒരു പിക്ചോറിയൽ രൂപത്തിൽ ഒരു ഡയഗ്രാമാറ്റിക് ആയിട്ട് ഒരു വിഷ്വൽ മോഡലിൽ കാണിക്കുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ മോഡൽ എന്ന് പറയുന്നത്. സോ പ്രധാനമായിട്ടും 6 കമ്മ്യൂണിക്കേഷൻ മോഡൽസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിലെ ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മോഡലാണ് അരിസ്റ്റോട്ടിൽ കമ്മ്യൂണിക്കേഷൻ മോഡൽ. അടുത്തതായിട്ട് ലാസ്വൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഷാനൺ ആൻഡ് വീവേഴ്സ് മാത്തമാറ്റിക്കൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഓസ്ഗുഡ് ആൻഡ് വിൽബർഷ്രാംസ് സർക്കുലർ മോഡൽ, ഫ്രാങ്ക് ഡാൻസ് ഹെലിക്കൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡേവിഡ് വൈറ്റ്സ് ഗേറ്റ് കീപ്പർ മോഡൽ. ഓക്കെ, സോ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു കമ്മ്യൂണിക്കേഷൻ മോഡലാണ് അരിസ്റ്റോട്ടിൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. സോ ഇത് BC ക്രിസ്തുവിന് 300 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ആരംഭിച്ചത് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അരിസ്റ്റോട്ടിൽ എന്ന് പറയാൻ നമുക്കറിയാം, അരിസ്റ്റോട്ടിൽ പ്ലാറ്റോ കേട്ടിട്ടുണ്ടാവും. ഗ്രീക്ക് ഫിലോസഫർ ആണ് അരിസ്റ്റോട്ടിൽ. സോ പുള്ളിക്കാരൻ ക്രിസ്തുവിന് 300 വർഷങ്ങൾക്ക് മുമ്പായിട്ടാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ മോഡൽ ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മോഡലാണ് ഈ ഒരു മോഡൽ ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത്. ഇതിന്റെ മറ്റൊരു പേര് റെട്ടറിക്കൽ തിയറി എന്നായിരുന്നു. റെട്ടറിക് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സ്പീച്ച് സംസാരിക്കുന്നതിനെയാണ് റെട്ടറിക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ കൊണ്ട് പ്രധാനമായിട്ട് അദ്ദേഹം ഉദ്ദേശിച്ചത്, അതായത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോടോ അല്ലെങ്കിൽ മറ്റൊരു കൂട്ടം വ്യക്തികളോടോ അല്ലെങ്കിൽ ഒരു ഓഡിയൻസിനോട് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഫോം ആവുന്നത്, അതേപോലെ അതിലെ എലമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ള രീതിയിലായിരുന്നു ഈ കമ്മ്യൂണിക്കേഷൻ മോഡൽ. സോ ഒരു റെട്ടറിക്, അതായത് സംസാരിക്കുന്ന രീതിയിൽ ഒരു സ്പീച്ച് എന്നുള്ള രീതി ഓഡിയൻസിനോട് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും കമ്മ്യൂണിക്കേഷൻ ഫോം ചെയ്യുക എന്നുള്ള രീതിയിൽ ഒരു പബ്ലിക് സ്പീക്കിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്, ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ മോഡൽ ഉള്ളത്. സോ ഈ പറഞ്ഞ പോലെ റെട്ടറിക്കൽ തിയറി എന്ന് കൂടെ ഇതിനെ വിളിക്കുന്നുണ്ട്. ഓക്കെ, സോ അതേപോലെ തന്നെ പബ്ലിക് സ്പീക്കിങ്ങിനാണ് പ്രധാനമായിട്ട് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ മോഡൽ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, സോ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ മോഡലിൽ പ്രധാനമായിട്ടും 5 എലമെന്റ്സ് ആണുള്ളത്. സ്പീക്കർ, സ്പീച്ച്, ഒക്കേഷൻ, ഓഡിയൻസ്, എഫക്ട്. ഓക്കെ, സോ സ്പീക്കർ എന്ന് പറയുന്ന സമയത്ത് സോഴ്സ് അല്ലെങ്കിൽ സെൻഡർ, ആരാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കുന്നത് അവരെയാണ് സ്പീക്കർ എന്ന് വിളിക്കുന്നത്. സ്പീച്ച് എന്ന് പറയുമ്പോൾ കണ്ടന്റ്, എന്തിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നതിനെയാണ് സ്പീച്ച് എന്ന് പറയുന്നത്, ആ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ്. ഒക്കേഷൻ എന്ന് പറയുമ്പോൾ ചാനൽ. ഓക്കെ, ഏത് മീഡിയത്തിൽ കൂടെയാണ് അല്ലെങ്കിൽ ഏത് ചാനലിൽ കൂടെയാണ് സംസാരിക്കുന്നത് അതിനെയാണ് ഒക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ റിസീവർ, ആരുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവരെയാണ് ഓഡിയൻസ് എന്ന് വിളിക്കുന്നത്. അറ്റ് ലാസ്റ്റ് എഫക്ട്, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നതിന് ശേഷം അവരിൽ ഉണ്ടാവുന്ന ആ ഒരു എഫക്റ്റിനെയാണ് ഇവിടെ എഫക്ട് ഒന്ന് സൂചിപ്പിക്കുന്നത്. ഓക്കെ, സോ ഇതിന്റെ ഒരു എക്സാമ്പിൾസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, സോ ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ മോഡൽ, അരിസ്റ്റോട്ടിൽ കമ്മ്യൂണിക്കേഷൻ മോഡലിൽ പ്രധാനമായിട്ടും 3 ടൈപ്സ് ആണുള്ളത്.
ഓക്കെ, സോ ഇത് റീസെന്റ് ആയിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടുള്ള നെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് തോന്നുന്നു പാത്തോസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, പാത്തോസ് എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് അല്ലെങ്കിൽ ഏത് സ്റ്റേജ് ആണ്. സോ പ്രധാനമായിട്ടും 3 ടൈപ്പ് ആയിട്ടാണ് ഉള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ആണ് ഇമോഷണൽ ആയിട്ടുള്ള ഒരു റെട്രിക് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. സെക്കൻഡ് വൺ ക്രെഡിബിലിറ്റി, തേർഡ് വൺ ലോജിക്കൽ. ഓക്കെ, സോ ഇവിടെ ഇമോഷണൽ എന്ന് പറയുന്ന സമയത്ത് അതായത് സ്പീക്കർ റിസീവേഴ്സിനോട് ഒരു ഇമോഷണൽ ആയിട്ടുള്ള രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തി അവരെ മനസ്സിലാക്കി കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരെ എന്താണ് ആ ഒരു മെസ്സേജ് ഒരു ഇമോഷണൽ രീതിയിൽ ഓഡിയൻസിന്റെ അടുത്തേക്ക് എത്തിക്കുന്നതിനെയാണ് ഇമോഷണൽ എന്ന് പറയുന്നത്. സോ അതിനെ പാത്തോസ് എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, മറ്റൊന്നാണ് ക്രെഡിബിലിറ്റി. ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന സമയത്ത് കുറച്ച് എവിഡൻസ് സഹിതം ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സ് അല്ലെങ്കിൽ എവിഡൻസ് സഹിതം ഒരു സെന്റർ അല്ലെങ്കിൽ ഒരു സ്പീക്കർ തങ്ങളുടെ ഓഡിയൻസുമായിട്ട് സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്യുന്നതിനെയാണ് ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. അതിനെ എത്തോസ് എന്ന് വിളിക്കുന്നുണ്ട്. മൂന്നാമത്തേതാണ് ലോജിക്കൽ. ലോജിക്കൽ എന്ന് പറയുമ്പോൾ റീസണിങ്, മെന്റൽ എബിലിറ്റി, ആ രീതിയിൽ ഒരു മെസ്സേജ് ഓഡിയൻസിനെ കൺവേ ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ കൺവിൻസ് ചെയ്യുന്നതിനെയാണ് ലോജിക്കൽ അല്ലെങ്കിൽ ലോഗോസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടീച്ചർ സ്റ്റുഡൻസിനോട് ക്ലാസ് എടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും ഇതിൽ ക്രെഡിബിലിറ്റി എന്നുള്ള രീതിയിലാണ് ഉപയോഗിക്കാറുള്ളത്. അതായത് എവിഡൻസ് സഹിതം. ഓക്കെ, സോ ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് നിങ്ങളോട് സംസാരിച്ചു. സോ എവിഡൻസ് സഹിതം നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രെഡിബിലിറ്റി ആണ് വേണ്ടത്. അതേപോലെ തന്നെ ഒരു ചില സമയത്ത് പ്രസ് കോൺഫറൻസ് നിങ്ങൾ കാണാറുണ്ട്. ഓക്കെ, ഒരു വ്യക്തി അല്ലെങ്കിൽ എന്താ പറയാ ഈവൻ ഒരു ഇലക്ഷൻ റാലിയിലൊക്കെ തന്നെ ഒരു ലീഡർ സ്പീക്കർ ഓഡിയൻസിനോട് സംസാരിക്കുന്ന സമയത്ത് ഇമോഷണൽ ആയിട്ട്, അതായത് എന്താണ് ആ ഒരു ഇമോഷണൽ സ്റ്റേജിൽ പറഞ്ഞ് ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യുന്നത് ആ ഒരു ഇമോഷണൽ രീതിയിലാണ് സംസാരിക്കാറുള്ളത്. സോ എങ്ങനെ ഈ 3 രീതിയിലാണ് പ്രധാനമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കാറുള്ളത്. ഒന്ന് ഇമോഷണൽ ആയിട്ട് പറഞ്ഞ് ഒരു സ്പീക്കർ ഓഡിയൻസിനോട് ഇമോഷണൽ രീതിയിൽ പറഞ്ഞ് മെസ്സേജ് കൺവിൻസ് ചെയ്യും. മറ്റൊന്ന് ക്രെഡിബിലിറ്റി, ക്രെഡിബിൾ ആയിട്ടുള്ള എവിഡൻസ് സഹിതം. മറ്റൊന്ന് ലോജിക്കൽ റീസണിങ്, ആ രീതിയിൽ കൂടെ ചെയ്യാറുണ്ട്. സോ ഈ 3 തരത്തിലാണ് ഈ ഒരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ മോഡൽ ഉള്ളത്, നടക്കാറുള്ളത്. ഇമോഷണൽ ആയിട്ടും അതേപോലെ ക്രെഡിബിൾ ആയിട്ടും അതേപോലെ തന്നെ ലോജിക്കൽ ആയിട്ടും. ഓക്കെ, സോ ഇതിനെ ഞാനൊരു എക്സാമ്പിൾ സഹിതം ഞാൻ പറയാം. ഓക്കെ, സോ ഇവിടെ 5 എലമെന്റ്സ് ആണുള്ളത് അരിസ്റ്റോട്ടൽ കമ്മ്യൂണിക്കേഷൻ മോഡലിൽ. സ്പീക്കർ, സ്പീച്ച്, ഒക്കേഷൻ, ഓഡിയൻസ്, എഫക്ട്. സ്പീക്കർ എന്ന് പറയുമ്പോൾ സോഴ്സ് അല്ലെങ്കിൽ ആരാണ് കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കുക അദ്ദേഹത്തെയാണ് സ്പീക്കർ എന്ന് വിളിക്കുന്നത്. സ്പീച്ച് എന്ന് പറയുമ്പോൾ എന്ത് കണ്ടന്റ് ആണ് സംസാരിക്കുന്നത്. ഒക്കേഷൻ എന്ന് പറയുമ്പോൾ ഏത് മീഡിയം അല്ലെങ്കിൽ ചാനൽ. ഓഡിയൻസ് എന്ന് പറയുമ്പോൾ ആരോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, റിസീവർ. എഫക്ട് എന്ന് പറയുമ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ശേഷം എന്താണ് എഫക്ട് സംഭവിച്ചത്. ഓക്കെ, സോ ജസ്റ്റ് ഇമേജിൻ നിങ്ങളാണ് ഇവിടെ ഓഡിയൻസ്, ഞാനാണ് ഇവിടെ സ്പീക്കർ. ഓക്കെ, സോ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ മോഡൽസിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല. ഓക്കെ, സോ ഇവിടെ എന്താണ്, അതായത് ടീച്ചർ ആയിട്ടുള്ള ഞാൻ സ്പീക്കർ, ഞാനാണ് കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് എന്താണ് കമ്മ്യൂണിക്കേഷൻ മോഡൽസിനെ കുറിച്ചിട്ട് ക്ലാസ് എടുത്ത് തരികയാണ്. ഈ ക്ലാസ് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് എന്താണ് കമ്മ്യൂണിക്കേഷൻ മോഡൽസിനെ കുറിച്ച്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മോഡൽസിനെ കുറിച്ച് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടുകയും ചെയ്യും. ഓക്കെ, സോ ഇത് നമ്മൾ അരിസ്റ്റോട്ടൽ കമ്മ്യൂണിക്കേഷൻ മോഡൽ ആക്കുന്ന സമയത്ത് സ്പീക്കർ എന്ന് പറയുന്ന സമയത്ത് ഞാനാണ് സ്പീക്കർ. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ആരംഭിച്ചത് ഞാനാണ്, ടീച്ചർ. സ്പീച്ച് എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മോഡൽസിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. സോ എന്താ ഇവിടെ എന്താണ് ആ ഒരു മെസ്സേജ് അല്ലെങ്കിൽ സ്പീച്ച് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ മോഡൽസ് ആണ്. ഒക്കേഷൻ, സോ ഏത് ഒക്കേഷൻ അല്ലെങ്കിൽ ഏത് ചാനലിൽ കൂടെയാണ് നമ്മൾ സംസാരിക്കുന്നത്. സി ഞാൻ അവിടെ ക്ലാസ് റൂം എന്നാണ് കൊടുത്തത്, പക്ഷെ നമ്മളിപ്പോ എന്താണ് ക്ലാസ് റൂം ചാനലിൽ കൂടെയല്ല, മീഡിയത്തിൽ കൂടെയല്ല സംസാരിക്കും, മറിച്ച് ഇന്റർനെറ്റ്, ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്നുള്ള രീതിയിൽ ആ ഒരു ഒക്കേഷൻ, ആ ഒരു ചാനൽ അല്ലെങ്കിൽ ആ ഒരു മീഡിയത്തിൽ കൂടെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഓഡിയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളാണ് ഇതിന്റെ ഓഡിയൻസ്. സോ എഫക്ട് എന്ന് പറയുന്ന സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ മോഡൽസിനെ കുറിച്ചിട്ട് അറിയില്ല. പക്ഷെ എന്താണ് ഈ ഒരു കമ്മ്യൂണിക്കേഷന് ശേഷം എന്താണ് നിങ്ങൾക്ക് ഒരു എഫക്ട് ഉണ്ട്, അതായത് നിങ്ങൾക്ക് ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി, മനസ്സിലായി എന്നുള്ളതാണ് ഇവിടുത്തെ ഇതിന്റെ എഫക്ട്. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് അരിസ്റ്റോട്ടൽ കമ്മ്യൂണിക്കേഷൻ മോഡൽ ഉള്ളത്. സോ ഏർലിയസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മോഡൽ ആയിരുന്നു അരിസ്റ്റോട്ടൽ കമ്മ്യൂണിക്കേഷൻ മോഡൽ. സോ രണ്ടാമത്തത് വരുന്നത് ഹാരോൾഡ് ലാസ്വെല്ലിന്റെ കമ്മ്യൂണിക്കേഷൻ മോഡൽ ആണ്. ലാസ്റ്റ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പേരിലൂടെ ഇതിനെ വിളിക്കാറുണ്ട്. 1948 ഈ ഒരു കമ്മ്യൂണിക്കേഷൻ മോഡൽ പുള്ളിക്കാരൻ പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, സോ ഹാരോൾഡ് ലാസ്വെൽ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് ആയിരുന്നു. അതേപോലെ പുള്ളിക്കാരൻ ഈ ഒരു അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷനിലായിരുന്നു. 1948 അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷനിലായിരുന്നു ഈ ഒരു മോഡൽ, ലാസ്വെൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അതായത് പൊളിറ്റിക്കൽ ക്യാമ്പയിനിൽ കൂടെയും അതേപോലെ പ്രൊപ്പഗാൻഡയിൽ കൂടെയും ഒക്കെ തന്നെ എങ്ങനെ ഓഡിയൻസിന്റെ ആ ഒരു വോട്ട് മറിക്കാം എന്നുള്ള രീതിയിൽ ഒരുപാട് റിസർച്ച് നടത്തിയ വ്യക്തിയായിരുന്നു. സോ ലാസ്വെൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രകാരം ഹാരോൾഡ് ലാസ്വെൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ചില ചോദ്യങ്ങൾക്കുള്ള മറുപടി അല്ലെങ്കിൽ ഉത്തരം കൊടുക്കുന്നതാണ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് പുള്ളിക്കാരൻ വാദിച്ചത്. ഓക്കെ, ഹാരോൾഡ് ലാസ്വെൽ പറഞ്ഞത്.
അതായത് ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകുന്നതാണ് ഒരു കമ്മ്യൂണിക്കേഷൻ എന്നാണ് ലാസ്റ്റിൽ പറഞ്ഞത്. സോ ഈ ഒരു ലാസ്റ്റ് മോഡലിൽ ഫീഡ്ബാക്ക് ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഓക്കെ, സോ ഇതിൽ എന്താണ് പ്രധാനമായിട്ടും 5 ക്വസ്റ്റ്യൻസ് ആണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ഓക്കെ, ഹു ആര്, സേസ് വാട്ട് എന്ത് പറഞ്ഞു, ഇൻ വിച്ച് ചാനൽ ഏത് ചാനലിൽ കൂടെ അല്ലെങ്കിൽ ഏത് മീഡിയത്തിൽ കൂടെ, ടു ഹും ആരോട്, വിത്ത് വാട്ട് എഫക്ട് എന്ത് എഫക്ട്. ഓക്കെ, സോ നമ്മൾ ഇതും ഈ ലാസ്റ്റ് മോഡൽ കമ്മ്യൂണിക്കേഷൻ നോക്കുകയാണെങ്കിലും അതേപോലെ അരിസ്റ്റോട്ടിലാണെങ്കിലും ഒക്കെ തന്നെ എന്താണ് സംഭവം എലമെന്റ്സ് ഒക്കെ തന്നെ സെയിം ആണ്, പക്ഷെ അവർ വേറെ പേരിലാണ് വിളിക്കുന്നത് എന്നുള്ളൂ. ഓക്കെ, സോ ഇവിടെ ഹു എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റർ, ആരാണ് ഒരു കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കുന്നത് ആ വ്യക്തിയാണ് കമ്മ്യൂണിക്കേറ്റർ എന്ന് വിളിക്കുന്നത്. സോ ഇതേ കമ്മ്യൂണിക്കേറ്ററിനെ തന്നെ എന്താണ് ഈ തൊട്ടപ്പുറത്തുള്ള ഏറ്റവും മുൻപത്തെ ഈ ഒരു അരിസ്റ്റോട്ടിൽ കമ്മ്യൂണിക്കേഷൻ മോഡലിലെ സ്പീക്കർ എന്നുള്ള പേരിലായിരുന്നു വിളിച്ചത്. സേസ് വാട്ട് എന്താണ് പറയുന്നത് ആ ഒരു മെസ്സേജ്. ഓക്കെ, ഏത് ചാനലിൽ കൂടെ, ഏത് മീഡിയം അല്ലെങ്കിൽ ഏത് ചാനലിൽ കൂടെ, ആരോട്, റിസീവർ, വിത്ത് വാട്ട് എഫക്ട്. ഓക്കെ, സോ ഏതൊരു കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും എന്താണ് ഈ സാധാരണ ഈ എലമെന്റ്സ് ഒക്കെ തന്നെയാണ് ഉണ്ടാവാറുള്ളത്, പക്ഷെ പല ആൾക്കാരും പല പേരിലാണ് ഇതിനെ വിളിച്ചിരുന്നത്. ഓക്കെ, സോ നമ്മൾ എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കുന്ന വ്യക്തിയെ ചിലപ്പോൾ സോഴ്സ് അല്ലെങ്കിൽ സെന്റർ എന്നൊക്കെ വിളിക്കും, പക്ഷെ ലാസ്റ്റ് വിളിച്ചിരുന്നത് കമ്മ്യൂണിക്കേറ്റർ എന്നാണ്, അരിസ്റ്റോട്ടിൽ വിളിച്ചിരുന്നത് സ്പീക്കർ എന്നാണ്. സോ ആ ഒരു വ്യത്യാസമാണ് അവിടെ ഉള്ളത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതായത് ഏഷ്യാനെറ്റ് ന്യൂസിൽ കൂടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ പറയാണ് കേരളത്തിലെ കോവിഡ് കേസുകളൊക്കെ തന്നെ കൂടുന്നുണ്ട്, സോ ജനങ്ങൾ എന്താണ് ശ്രദ്ധിക്കണം, പുറത്തു പോകുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു മെസ്സേജ് പറഞ്ഞു. ഓക്കെ, സോ ഇത് നമ്മൾ ലാസ്റ്റ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ നോക്കുന്ന സമയത്ത് ഹു ആരാണ് ഈ ഒരു ഐ മീൻ ഇതൊരു ടിവിയിൽ കൂടെ ഒരു പ്രസ് മീറ്റിൽ കൂടെ പറഞ്ഞതാണ്. ഓക്കെ, സോ ഇവിടെ ഹു ആരാണ് കമ്മ്യൂണിക്കേഷൻ ആരംഭിച്ചത് അല്ലെങ്കിൽ ആരാണ് കമ്മ്യൂണിക്കേറ്റർ, കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ. സേസ് വാട്ട് എന്താണ് പറഞ്ഞത്, കേരളത്തിലെ കോവിഡ് കേസുകൾ കൂടുന്നുണ്ട്. ഇൻ വിച്ച് ചാനൽ ഏത് ചാനലിൽ കൂടെ, ഏഷ്യൻ ന്യൂസ് അല്ലെങ്കിൽ ടെലിവിഷൻ മീഡിയം. ടു ഹും ആരോട്, പബ്ലിക്കിനോട് അല്ലെങ്കിൽ പൊതുജനത്തിനോട്. വിത്ത് വാട്ട് എഫക്ട് എന്തിനു വേണ്ടിയിട്ടാണ്, അതായത് ജനങ്ങളോട് അലേർട്ട് ആയിരിക്കാൻ, കെയർഫുൾ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. സോ ഈ രീതിയിൽ ഏതൊരു കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും എന്താണ് ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഒരു കമ്മ്യൂണിക്കേഷൻ എന്നാണ് ഹാരോൾഡ് ലാസ്വെൽ പറഞ്ഞത്. ഓക്കെ, മൂന്നാമതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മോഡൽ. ഒരുപാട് നെറ്റ് എക്സാമിനുള്ള ക്വസ്റ്റ്യൻസ് അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ തിരിച്ചു മറിച്ചും ഒക്കെ തന്നെ ചോദിക്കാറുണ്ട്. ഓക്കെ, ഷാനൺ ആൻഡ് വീവർ കമ്മ്യൂണിക്കേഷൻ മോഡൽ 1948 ഈ ഒരു മോഡൽ ആരംഭിച്ചത്. മദർ ഓഫ് ഓൾ മോഡൽസ് എന്നാണ് ഈ കമ്മ്യൂണിക്കേഷൻ മോഡലിനെ വിളിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, സോ എല്ലാ കമ്മ്യൂണിക്കേഷൻ മോഡലിന്റെയും മാതാവ് അല്ലെങ്കിൽ മദർ. ഓക്കെ, സോ 1948 ഈ ഒരു ഷാനൺ ആൻഡ് വീവർ കമ്മ്യൂണിക്കേഷൻ മോഡൽ പ്രപ്പോസ് ചെയ്തത്. സോ ഇതിന്റെ മറ്റൊരു പേര് മാത്തമാറ്റിക്കൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുകൂടെയാണ്. സോ ഇത് പ്രധാനമായിട്ടും രണ്ട് വ്യക്തികൾ ചേർന്നിട്ടാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ മോഡൽ ആരംഭിച്ചത്. ഒന്ന് ക്ലൗഡ് ഷാനൺ, അതേപോലെ വാറൻ വീവർ. സോ ഇവർ രണ്ടുപേരും ഒരു അമേരിക്കൻ ടെലിഫോൺ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് 1948 ആ ഒരു സമയത്ത്. ഓക്കെ, സോ അവര് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവരൊരു ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ചു. ഓക്കെ, അവരൊരു ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ചു, അതായത് ഒരു ജേണൽ. ഓക്കെ, സോ ഷാനൺ എന്ന് പറയുമ്പോൾ ഒരു അമേരിക്കൻ മാത്തമാറ്റീഷ്യൻ ആയിരുന്നു, അതേപോലെ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. വീവർ എന്ന് പറയുമ്പോൾ ഒരു അമേരിക്കൻ സയന്റിസ്റ്റ് ആയിരുന്നു. സോ രണ്ടുപേരും കൂടെ ഒരു ആർട്ടിക്കിൾ എഴുതി. ഓക്കെ, ആ ആർട്ടിക്കിളിന്റെ പേര് മാത്തമാറ്റിക്കൽ തിയറി ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നായിരുന്നു. ആ ആർട്ടിക്കിൾ എഴുതിയ ജേണലിന്റെ പേര് ബെൽ സിസ്റ്റം ടെക്നിക്കൽ ജേണൽ എന്നായിരുന്നു. ഓക്കെ, സോ ബെൽ സിസ്റ്റം ടെക്നിക്കൽ ജേണൽ എന്ന് പറയുന്ന ജേണലിൽ മാത്തമാറ്റിക്കൽ തിയറി ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു കമ്മ്യൂണിക്കേഷൻ മോഡൽ, ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മോഡലിനെ കുറിച്ചിട്ട് അവരൊരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ പിന്നീടാണ് ഈ ഒരു ആർട്ടിക്കിളിനെ ഒരു കമ്മ്യൂണിക്കേഷൻ മോഡലായിട്ട് അവർ ഡിസൈൻ ചെയ്തതും ഡെവലപ്പ് ചെയ്തതും ഒക്കെ തന്നെ ചെയ്തത്. സോ ഇത് പ്രധാനമായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ രണ്ടുപേരും എന്താ, ഒരാൾ സയന്റിസ്റ്റ് ആയിരുന്നു, ഒരാൾ മാത്തമാറ്റീഷ്യനും അതേപോലെ ഇലക്ട്രോണിക് എഞ്ചിനീയറും ഒക്കെ തന്നെയായിരുന്നു. സോ അവരെന്താണ് ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള രീതിയിലായിരുന്നു ഈ ഒരു കമ്മ്യൂണിക്കേഷൻ മോഡൽ ആദ്യമായിട്ട് ഡിസൈൻ ചെയ്തെടുത്തത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എന്താണ് ഇതിനെ ഒരു മാത്തമാറ്റിക്കൽ മോഡൽ ഓഫ് തിയറി ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, അതേപോലെ മദർ ഓഫ് ഓൾ കമ്മ്യൂണിക്കേഷൻ മോഡൽ എന്ന് കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ രണ്ട് പ്രത്യേകതകളുണ്ട്. സോ ഫസ്റ്റ് വൺ എന്ന് പറയും ആദ്യമായിട്ട് ഒരു ഓക്കെ നോയ്സ് എന്ന് പറഞ്ഞ എലമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ മോഡലായിരുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ഒരു ടെക്നിക്കൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ് ഒരു നോയ്സ് എന്ന് പറഞ്ഞ എലമെന്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ മോഡലായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു മോഡൽ മറ്റ് മോഡലിനെ പോലെ ലാസ്റ്റ് മോഡലിനെ പോലെ ഒക്കെ തന്നെ എന്താണ് ഒരു ലീനിയർ അതേപോലെ യൂണി ഡയറക്ഷണൽ മോഡലായിരുന്നു. അതായത് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ഒരു ലീനിയർ മോഡലായിരുന്നു, സർക്കുലർ അല്ല, ലീനിയർ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു ഷാനൺ ആൻഡ് വീവർ കമ്മ്യൂണിക്കേഷൻ മോഡൽ. സി ലാസ്റ്റ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ഒക്കെ തന്നെ എന്താണ് അതും സ്ട്രെയിറ്റ് അല്ലെങ്കിൽ ലീനിയർ യൂണി ഡയറക്ഷനിലായിരുന്നു. അതേപോലെ അരിസ്റ്റോട്ടിൽ മോഡൽ ആണെങ്കിലും അതും ലീനിയർ സ്ട്രെയിറ്റ് യൂണി ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷൻ മോഡലായിരുന്നു.
സോ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ മോഡലിൽ പ്രധാനമായിട്ടും 8 എലമെന്റ്സ് ആയിരുന്നു ഉള്ളത്. ഓക്കെ, 8 എലമെന്റ്സ് എന്ന് പറയും ഇൻഫർമേഷൻ സോഴ്സ്, മെസ്സേജ്, ട്രാൻസ്മിറ്റർ, സിഗ്നൽ, ചാനൽ, നോയിസ്, റിസീവർ, ഡെസ്റ്റിനേഷൻ. ഇവിടെ ഇൻഫർമേഷൻ സോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ സെൻഡർ അല്ലെങ്കിൽ സോഴ്സ്. ഓക്കെ, സോ ഈ സെൻഡറിനെ അല്ലെങ്കിൽ സോഴ്സിനെ അരിസ്റ്റോട്ടിൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ അവർ വിളിച്ചിരുന്നത് സ്പീക്കർ എന്നായിരുന്നു. ലാസ്വെൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ അവർ വിളിച്ചിരുന്നത് കമ്മ്യൂണിക്കേറ്റർ എന്നായിരുന്നു. സോ പിന്നീട് ഈ ഒരു മാത്തമാറ്റിക്കൽ മോഡൽ ഷാൻവിയർ മോഡലിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ പേര് ഒന്നുകൂടെ ഒന്ന് മാറ്റി പരിഷ്കരിച്ചു, ഇൻഫർമേഷൻ സോഴ്സ്. ഓക്കെ, അതായത് ആരാണ് ഒരു മെസ്സേജ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കുന്നത്, ആ വ്യക്തിയെ ഇൻഫർമേഷൻ സോഴ്സ് എന്നുള്ള പേരിലായിരുന്നു വിളിച്ചത്. ഓക്കെ, സോ ഇൻഫർമേഷൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ സെൻഡർ അല്ലെങ്കിൽ സോഴ്സ്, ആരാണ് മെസ്സേജ് ആരംഭിക്കുന്നത്. രണ്ടാമത്തേത് മെസ്സേജ്, അതായത് നമ്മൾ എന്ത് കണ്ടന്റ്, എന്താണ് നമ്മൾ ആ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഫർമേഷൻ സോഴ്സ് റിസീവറിലേക്ക് അയക്കുന്നത്, അതിനെയാണ് മെസ്സേജ് എന്ന് വിളിക്കുന്നത്. മൂന്നാമത്തേത് ട്രാൻസ്മിറ്റർ, അതായത് ഏത് മീഡിയം അല്ലെങ്കിൽ ഏത് ചാനൽ കൂടെയാണ് മെസ്സേജ് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻകോഡ് ചെയ്ത് പോകുന്നത്. നാലാമത്തേത് സിഗ്നൽ, അതായത് ആ ചാനലിൽ കൂടെ എന്താണ് ഒരു സിഗ്നൽ രീതിയിലാണ് ഈ മെസ്സേജ് കടന്നു പോകുന്നത്. സോ അതിനെയായിരുന്നു സിഗ്നൽ എന്ന് വിളിച്ചത്. അഞ്ചാമത്തേത് ചാനൽ, നമ്മൾ ഈ പറഞ്ഞ മീഡിയം അല്ലെങ്കിൽ ചാനൽ, ഏത് ചാനലിൽ കൂടെയാണ് പോകുന്നത് അതിനെയാണ് ചാനൽ എന്ന് വിളിക്കുന്നത്. ആറാമത്തേതാണ് ഞാൻ ഈ പറഞ്ഞ നോയിസ്. ഓക്കെ, സോ നോയിസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു കമ്മ്യൂണിക്കേഷനെ ഇന്റർഫിയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരു സിഗ്നൽ, അതിനെയാണ് നോയിസ് എന്ന് വിളിക്കുന്നത്. സോ ഞാനിപ്പോ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ പുറത്തുകൂടെ ഒരു കാർ പോകുന്ന സമയത്ത് കാറിന്റെ ഹോൺ ഉണ്ടാവും, അല്ലെങ്കിൽ മുകളിൽ ഫാൻ കറങ്ങുന്നുണ്ട്. സോ അങ്ങനത്തെ ചെറിയ ടൈപ്പ് ഓഫ് നോയിസ് ഉണ്ടാവും. ഓക്കെ, സോ നല്ലൊരു കമ്മ്യൂണിക്കേഷനെ ഒരു ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഇന്റർഫിയർ ചെയ്യുന്ന ഒരു സംഭവത്തെയാണ് നോയിസ് എന്ന് വിളിക്കുന്നത്. അടുത്താണ് റിസീവർ. റിസീവർ എന്ന് പറഞ്ഞാൽ ഐ മീൻ ആർക്കാണ് മെസ്സേജ് അയക്കുന്നത്, അദ്ദേഹത്തെയാണ് റിസീവർ എന്ന് വിളിക്കുക. ലാസ്റ്റ് വൺ ആണ് ഡെസ്റ്റിനേഷൻ. ഓക്കെ, സോ ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ എവിടെയാണ് ഈ മെസ്സേജ് എത്തുന്നത്, അല്ലെങ്കിൽ ആർക്കാണ്, ചിലപ്പോൾ ഒരു വ്യക്തിക്കായിരിക്കാം അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളായിരിക്കാം ഈ മെസ്സേജ് എത്തുന്നത്. സോ ബേസിക്കലി നമ്മൾ പറയുമ്പോൾ റിസീവറും ഡെസ്റ്റിനേഷനും ഒക്കെ തന്നെ ഏകദേശം ഒന്നാണ് എന്ന് പറയാം. അതായത് എൻകോഡ് ചെയ്ത് ഡീകോഡ് ചെയ്തിട്ട് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുന്നു. സോ ഇതിനൊരു എക്സാമ്പിൾ ആക്കിയിട്ട് പറയുന്നുണ്ടെങ്കിൽ, ഷാനൻ ഈ വീവറിനെ ടെലിഫോണിൽ കൂടെ വിളിച്ചിട്ട് പറയാണ്, വീവർ നിങ്ങൾ കഴിയുന്നതും വേഗം ലാബിലേക്ക് വരൂ, നമ്മൾ എന്താണ് ഒരു അസൈൻമെന്റ് ചെയ്യുകയാണെന്ന് പറയാണ്. സോ ഓക്കെ, സോ ഇവിടെ ഇൻഫർമേഷൻ സോഴ്സ് എന്ന് പറയുമ്പോൾ സെൻഡർ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കുന്നത് ഷാനൻ ആണ്. മെസ്സേജ് എന്താണ്, വീവറിനോട് പറഞ്ഞ നിങ്ങൾ വേഗം ലാബിലേക്ക് വരൂ. ട്രാൻസ്മിറ്റർ എന്ന് പറയുമ്പോൾ ടെലിഫോൺ, ട്രാൻസ്മിറ്ററും ചാനലും, അതായത് ഏത് ചാനലിൽ കൂടെയാണ് അല്ലെങ്കിൽ ഏത് മീഡിയത്തിൽ കൂടെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, ടെലിഫോണിൽ കൂടെ. ഓക്കെ, സിഗ്നൽ എന്ന് പറയുമ്പോൾ സൗണ്ട് വേവ് ആണ്. നോയിസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വോയിസിൽ എന്താണ് ടെക്നിക്കൽ ഇഷ്യൂസോ അല്ലെങ്കിൽ റേഞ്ച് ഇഷ്യൂസോ ഒക്കെ തന്നെയാണ്. സോ അതിനാണ് ഡിസ്ട്രാക്ഷൻ നോയിസ് എന്ന് പറയുന്നത്. റിസീവർ എന്ന് പറയുമ്പോൾ ഓക്കെ, അവിടെ ടെലിഫോൺ ആണ് കൊടുത്തത്, അത് നോക്കണ്ട. സോ റിസീവർ ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ ആരാണ്, ഈ വീവർ ആണ്. കാരണം വീവറിനോടാണ് പറയുന്നത് നിങ്ങൾ കഴിയുന്നത് വേഗം തന്നെ മീഡിയ ലാബിലേക്ക് വരൂ, നമുക്ക് കുറച്ച് വർക്ക് ഉണ്ടെന്ന്. സോ ഈ പറഞ്ഞ പോലെ ഒരു ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. ഓക്കെ, ഒരു ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെയാണ് എന്താണ് നോയിസ് എന്ന് പറഞ്ഞ എലമെന്റ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ മോഡലിൽ ആഡ് ചെയ്യാൻ അവരെ കൊണ്ട് സാധിച്ചു. നാലാമത്തെ മോഡലാണ് ഓസ്ഗുഡ് ആൻഡ് ഷ്രാംസ് സർക്കുലർ മോഡൽ. സോ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ഒരു സർക്കുലർ മോഡലിൽ വന്നിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മോഡലായിരുന്നു ചാൾസ് ഓസ്ഗുഡിന്റെയും അതേപോലെ വിൽബർ ഷ്രാമിന്റെയും സർക്കുലർ മോഡൽ. നമ്മൾ നോക്കുകയാണെങ്കിൽ അരിസ്റ്റോട്ടിൽ കമ്മ്യൂണിക്കേഷൻ മോഡലും ലാസ്വെല്ലും മാത്തമാറ്റിക്കൽ ഷാൻവിയർ മോഡലും ഒക്കെ തന്നെ എന്തായിരുന്നു, അതൊക്കെ തന്നെ ലീനിയർ ഓക്കെ അല്ലെങ്കിൽ യൂണിഡയറക്ഷണൽ മോഡലായിരുന്നു, സ്ട്രെയിറ്റ് പോയിക്കൊണ്ടിരുന്ന കമ്മ്യൂണിക്കേഷൻ മോഡലായിരുന്നു. സോ സർക്കുലർ ആയിട്ട് ആദ്യമായിട്ടാണ് ഒരു കമ്മ്യൂണിക്കേഷൻ മോഡൽ വരുന്നത്. അതാണ് ഓസ്ഗുഡ് ആൻഡ് ഷ്രാമിന്റെ സർക്കുലർ മോഡൽ. 1954 അവർ ആ മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ അതിലൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞ എലമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഈ ഓസ്ഗുഡ് ആൻഡ് ഷ്രാമിന്റെ സർക്കുലർ മോഡലായിരുന്നു. ഓക്കെ, സോ ഇതിൽ പ്രധാനമായിട്ടും 4 എലമെന്റ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ എൻകോഡർ. എൻകോഡർ എന്ന് പറയുമ്പോൾ ഇവിടെ മെസ്സേജ് അയക്കുന്നത് ആരാണ്, അദ്ദേഹത്തെയാണ് എൻകോഡർ എന്ന് വിളിക്കുന്നത്. ഇന്റർപ്രിറ്റർ എന്ന് പറയുമ്പോൾ റിസീവർ, ആർക്കാണ് മെസ്സേജ് ലഭിക്കുന്നത് അദ്ദേഹത്തെ, അല്ലെങ്കിൽ ആരാണ് ആ മെസ്സേജ് വായിക്കുന്നത് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെയാണ് ഇന്റർപ്രിറ്റർ എന്ന് വിളിക്കുന്നത്. സോ ഡീകോഡർ എന്ന് പറയുന്ന സമയത്ത് അതായത് നമ്മുടെ ഡെസ്റ്റിനേഷൻ, ആർക്കാണ് മെസ്സേജ് ലഭിക്കുന്നത്, മെസ്സേജ് വാങ്ങുന്ന ആള്, അതായത് മെസ്സേജ് ലഭിക്കുന്ന ആള്. സോ മെസ്സേജ് അതായത് കെട്ടി മനസ്സിലാക്കുന്ന ആളും മെസ്സേജ് ലഭിക്കുന്ന ആളും തമ്മിൽ വേറെ തന്നെയാണ്. സോ നാലാമത്താണ് മെസ്സേജ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ കണ്ടന്റ്. ഓക്കെ, സോ ഈ മോഡൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതെന്താണ് സർക്കുലർ മോഡൽ, അതായത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ജസ്റ്റ് ഇമേജിൻ ഞാനും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. സോ ഇവിടെ എൻകോഡർ ആയിട്ടുള്ള ഞാൻ ഡീകോഡർ ആയിട്ടുള്ള നിങ്ങളോട് ഒരു കാര്യം പറയും, അതായത്
ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ മോഡലിനെ കുറിച്ചിട്ട് നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയൂ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സോ നിങ്ങൾ പറയുന്നത് എന്താണ്? ആ ഒരു കമ്മ്യൂണിക്കേഷൻ മോഡലിനെ കുറിച്ചിട്ട് പ്രധാനമായിട്ടും ഒരു പോയിന്റ് നിങ്ങൾ പറയുന്നു. പിന്നീട് ഞാൻ പറയുന്നു, ഓക്കെ, നിങ്ങൾ പറഞ്ഞത് നല്ലൊരു പോയിന്റ് ആണ്, അടുത്ത പോയിന്റ് പറയൂ. എന്നിട്ട് ഞാൻ നിങ്ങളുടെ വരികയാണ്. സോ അങ്ങനെ എന്താണ് കമ്മ്യൂണിക്കേഷൻ തീരാതെ അവസാനിക്കാതെ ഇങ്ങനെ ഒരു സർക്കുലർ മോഡൽ, സർക്കിൾ ആയിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് കറങ്ങാനുള്ള കാരണം എന്താണ്? ഫീഡ്ബാക്ക് ആണ്. ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് എന്താണ് മനസ്സിലായോ എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലായില്ല അല്ലെങ്കിൽ പറയുന്ന സംഭവമാണ് ഫീഡ്ബാക്ക്. ഓക്കെ, സോ അപ്പോൾ എന്താണ് ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ എന്താണ് ഈ ഒരു ഓസ്കോ ഷ്രാമിന്റെ സർക്കുലർ മോഡലിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ സമയത്ത് നിങ്ങൾ അവിടെ എന്താണ് ഒരു ഫീഡ്ബാക്ക് പറയും. ഈ ഭാഗം എനിക്ക് മനസ്സിലായില്ല എന്ന് പറയും. സോ അപ്പൊ ഞാൻ എന്താണ് ആ ഭാഗത്തിനെ കുറിച്ചിട്ട് പറയും. എന്നിട്ട് ചോദിക്കും ആ ഭാഗം മനസ്സിലായോ, വേറെ എന്തെങ്കിലും ഭാഗം വിട്ടുപോയിട്ടുണ്ടോ അല്ലെങ്കിൽ മനസ്സിലാകാനുണ്ടോ, ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താണ് പിന്നീട് മറ്റൊരു ഭാഗത്തിനെ കുറിച്ച് പറയും. സോ അപ്പൊ എന്താണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ മോഡൽ അവസാനിക്കാതെ ഫീഡ്ബാക്ക് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, സർക്കുലർ മോഡൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടി, അതായത് ഓൺ ഗോയിങ് ആയിരിക്കും കമ്മ്യൂണിക്കേഷൻ മോഡൽ. സോ അതിനെയാണ് വിൽബർ ഷ്രാമിന്റെയും അതേപോലെ ശാസ്ത്രത്തിന്റെയും സർക്കുലർ മോഡൽ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ഫീഡ്ബാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ മോഡൽ ആയിരുന്നു. സോ അടുത്തതൊരു പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേഷൻ മോഡലാണ് ഫ്രാങ്ക് ഡാൻസിന്റെ ഹീലിക്കൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. 1967 ഈ ഒരു കമ്മ്യൂണിക്കേഷൻ മോഡൽ അവർ ആരംഭിച്ചത്. സോ ഹീലിക്കൽ, ഓക്കെ. സോ ഇതിൽ പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യം, കമ്മ്യൂണിക്കേഷൻ മോഡൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ സോ അതൊരിക്കലും അവസാനിക്കുന്നില്ല. അതൊരിക്കലും എന്താണ് ഒരു നെവർ എൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമല്ല, ഒരിക്കലും എൻഡ് ചെയ്യാത്ത ഒരു സാധനമാണ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അതായത് എവല്യൂഷണറി ആണ്. ഓക്കെ, സോ നിങ്ങൾ അവിടെ ഒരു ഹീലിക്കൽ കാണുന്നുണ്ട്. ഓക്കെ, ആ ഹീലിക്കലിന്റെ ഏറ്റവും അടിയിൽ തുടങ്ങുന്ന സമയത്ത് എന്താണ് അത് ജസ്റ്റ് ഒരു ലൈൻ ആണ്. പിന്നീട് എന്താണ് ഒരു ഹീലിക്കൽ പോലെ ഇങ്ങനെ കറങ്ങി 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 സോ കറങ്ങുന്നതിനനുസരിച്ച് എന്താണ് അത് വലുതാവുന്നുണ്ട്. ഓക്കെ, അതിന്റെ സൈസ് വലുതാവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ സഹിതം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കുട്ടി, ഓക്കെ, ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ആ കുട്ടി ആദ്യം സംസാരിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് എന്താണ് കരയാണ് ചെയ്യുന്നത്. ആ കുട്ടി ജനിക്കുന്ന സമയത്ത് അത് ആദ്യം കമ്മ്യൂണിക്കേഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് ആ കുട്ടിയുടെ കരച്ചിലാണ്. ഓക്കെ, സോ നിങ്ങൾ ആ ഹീലിക്കലിന്റെ ഏറ്റവും ആദ്യം കാണുമ്പോൾ എന്താണ് ആ കരച്ചിലായിട്ട് നിങ്ങൾ കാണുക. ഓക്കെ, സോ കരയുന്നത് എന്താണ് ചിലപ്പോൾ പെയിൻ കൊണ്ടായിരിക്കും, വിശപ്പ് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ അസുഖം അങ്ങനെ എന്തെങ്കിലും കൊണ്ടായിരിക്കും. സോ പിന്നീട് എന്താണ് ആ കുട്ടി എന്താണ് കുറച്ച് വലുതായി വലുതായി ചിലപ്പോൾ ഒരു 1-2 വയസ്സാവുന്ന സമയത്ത് എന്താണ് അച്ഛ, അമ്മ എന്നൊക്കെ തന്നെ വിളിക്കും. സോ അപ്പൊ എന്താണ് കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ വലുതാവും. സോ പിന്നീട് എന്താണ് ഒന്നാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ എത്തുന്ന സമയത്ത് ABCDE സോ അതൊക്കെ തന്നെ എന്താണ് സംസാരിക്കാൻ പഠിക്കും. സോ അപ്പൊ എന്താണ് ഹീലിക്കൽ ഒന്നുകൂടെ വലുതാവും. പിന്നീട് 10-ാം ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത് ആ കുട്ടിയുടെ അതായത് ഇൻഫർമേഷൻ, നോളജ്, അറിവ്, വിവരം, ബുദ്ധി ഇതൊക്കെ തന്നെ എന്താണ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ തന്നെ വലുതാവുകയാണ് ചെയ്യുന്നത്. സോ പിന്നീട് പ്രായം കൂടുന്നതിനനുസരിച്ച് എന്താണ് നമ്മുടെ ഇൻഫർമേഷൻ, നോളജ് ഒക്കെ തന്നെ വലുതാവാണ്. സോ അങ്ങനെ എന്താണ് വലുതായി വലുതായി വലുതായിക്കൊണ്ടേ ഇരിക്കുന്നത് എന്നാണ് ഈ ഒരു ക്ലിനിക്കൽ മോഡൽ കമ്മ്യൂണിക്കേഷനിൽ പറയുന്നത്. അതായത് ഞാൻ ജനിച്ച് അല്ലെങ്കിൽ എനിക്ക് 10 വയസ്സായപ്പോൾ എനിക്കുള്ള ആ ഒരു ഇൻഫർമേഷനും നോളജും അതേപോലെ കമ്മ്യൂണിക്കേഷനും ഒന്നുമല്ല എനിക്ക് ഇപ്പോൾ ഉള്ളത്. കാരണം അത് ഒരുപാട് വലുതായിട്ടുണ്ട്. ഓക്കെ, സോ അതായത് നമ്മുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മൾ വലുതാവുന്നതിനനുസരിച്ച് എന്താണ് നമ്മുടെ ഒരു ഇൻഫർമേഷനും നോളജും അതേപോലെ കോൺടാക്ട്സും കമ്മ്യൂണിക്കേഷനും ഒക്കെ തന്നെ ഈ ഒരു ക്ലിനിക്കൽ മോഡൽ ഇങ്ങനെ വലുതായി 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 ഒരിക്കലും അവസാനിക്കാതെ എന്താണ് അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുമെന്നാണ് ഈ ഒരു ക്ലിനിക്കൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ഫ്രാങ്ക് ഡാൻസ് പറയുന്നത്. Okay. And the next one is David White's gatekeeper model. Okay, 1950 ഈ ഒരു കമ്മ്യൂണിക്കേഷൻ മോഡൽ പുള്ളിക്കാരൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ഗേറ്റ് കീപ്പർ മോഡൽ എന്ന് പറയും. സോ നമ്മുടെ വീടുകളിലൊക്കെ തന്നെ ഗേറ്റ് ഉണ്ട്. എന്തിനാണ് ഗേറ്റ്? എല്ലാവരെയും ഉള്ളിലേക്ക് കയറ്റി വിടാനല്ല, മറിച്ച് ആവശ്യമുള്ള ആൾക്കാരെ മാത്രം ഉള്ളിലേക്ക് കയറ്റി വിടാൻ വേണ്ടിയിട്ടാണ് ഗേറ്റ് ഉള്ളത്. ഓക്കെ, സോ അതേപോലെ തന്നെയാണ് എന്ത് മാസ് മീഡിയയിലെ മെസ്സേജുകൾ. മാസ് മീഡിയ എന്ന് പറയുമ്പോൾ ന്യൂസ് പേപ്പർ ആയിക്കോട്ടെ, ടെലിവിഷൻ ആയിക്കോട്ടെ, ഓൺലൈൻ മീഡിയ ആയിക്കോട്ടെ, റേഡിയോ ആയിക്കോട്ടെ, എന്ത് വേണേലും ആയിക്കോട്ടെ. സോ ടിവിയിൽ കൂടെ ആണെങ്കിലും ന്യൂസ് പേപ്പറിൽ കൂടെ ആണെങ്കിലും എല്ലാ വിവരങ്ങളും എന്താണ് ഗേറ്റ് വഴി ഓഡിയൻസിന്റെ അടുത്തേക്ക് എത്തുന്നില്ല, മറിച്ച് സെലക്ട് ചെയ്ത് ഫിൽട്ടർ ചെയ്തിട്ട് ആവശ്യമുള്ള വാർത്തകളെ മാത്രമേ ഓഡിയൻസിന്റെ അടുത്തേക്ക് എത്തിക്കുന്നുള്ളൂ. ഓക്കെ, രണ്ട് വാർത്ത പറയാം. ഒന്ന് ന്യൂസ് പേപ്പർ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ന്യൂസ് പേപ്പറിൽ കേരളത്തിൽ ഒരു ആക്സിഡന്റ് നടന്നു. ആക്സിഡന്റില് ഒരു കാറും ബൈക്കും കൂട്ടിയിടിച്ചിട്ട് 2 പേർക്ക് ഗുരുതര പരിക്ക്. കേരളത്തിൽ നടന്ന ആക്സിഡന്റ് ആണ്. ഓക്കെ, മലയാള പത്രമാണ്. മലയാള പത്രത്തിൽ കേരളത്തിൽ എന്താണ് കാറും കൂട്ടിയിടിച്ച് 2 പേർക്ക് ആക്സിഡന്റ് ഗുരുതര നിലയിലാണ്. അതേപോലെ തന്നെ മറ്റൊരു രാജ്യമായിട്ടുള്ള സൗത്ത് ആഫ്രിക്ക. ഓക്കെ, സൗത്ത് ആഫ്രിക്കയിൽ ഒരു ആക്സിഡന്റ്, ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച ആക്സിഡന്റ് ആയി 2 പേർക്ക് പരിക്ക് പറ്റി. ഓക്കെ, സോ ഇതിൽ കേരളത്തിൽ നടന്ന വാർത്തയും അതേപോലെ സൗത്ത് ആഫ്രിക്കയിൽ ഒരു ആക്സിഡന്റ് നടന്ന വാർത്തയും രണ്ടും ആക്സിഡന്റ് ആണ്, രണ്ടും സെയിം സെയിം സീരിയസ് ആയിട്ടുള്ള ഒരു ആക്സിഡന്റ് ആണ്. പക്ഷേ ഈ 2 വാർത്തയും കേരളത്തിലെ പത്രത്തിൽ കൊടുക്കില്ല.
അതായത് കേരളത്തിൽ നടന്ന വാർത്ത മാത്രമേ കൊടുക്കുള്ളൂ, മറിച്ച് സൗത്ത് ആഫ്രിക്കയിൽ നടന്ന സെയിം ഇമ്പാക്റ്റിലുള്ള വാർത്ത ഒരിക്കലും കൊടുക്കില്ല. എന്തുകൊണ്ടായിരിക്കാം? കാരണം അതിന് അത്രയ്ക്കൊരു ന്യൂസ് വർത്തിനെസ് ഇല്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരുപാട് വാർത്തകൾ ഒരു ന്യൂസ് പേപ്പർ നോക്കുകയാണെങ്കിൽ എന്താണ് അതിൽ എന്താണ് ഒരുപാട് വാർത്തകൾ കാണാം. പക്ഷെ എല്ലാ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തുള്ള എല്ലാ വാർത്തയും ന്യൂസ് പേപ്പറിൽ കൂടെയും അതേപോലെ ടെലിവിഷനിൽ കൂടെയും ഓഡിയൻസിന്റെ അടുത്തേക്ക് എത്തിക്കുന്നില്ല. മറിച്ച് അത് സെലക്ട് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് ആവശ്യമുള്ള വാർത്ത മാത്രമേ ഓഡിയൻസിന്റെ അടുത്തേക്ക് എത്തിക്കുന്നുള്ളൂ. സോ അതിനെയാണ് ഗേറ്റ് കീപ്പർ മോഡൽ എന്ന് പറയുന്നത്. ആ ഒരു ഗേറ്റ് കൊണ്ട് തന്നെ എന്താണ് എല്ലാ വാർത്തയും ആ ഗേറ്റിന്റെ ഉള്ളിൽ കൂടെ ഓഡിയൻസിന്റെ അടുത്തേക്ക് കടത്തി വിടുന്ന, മറിച്ച് എന്താണ് ആ വാർത്തകളെ ഫിൽട്ടർ ചെയ്ത് ഓഡിയൻസിനെ ആവശ്യമുണ്ടോ, ന്യൂസ് വർത്തിനെസ് ഉണ്ടോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കണക്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട വാർത്തയാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ആ ഗേറ്റിൽ കൂടെ ഉള്ളിലേക്ക് കയറ്റി വിടുന്നുള്ളൂ. സോ അതുകൊണ്ടാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ മോഡൽ മീഡിയനെ വാച്ച് ഡോഗ്. ഓക്കെ, മീഡിയ പ്ലേസ് ആസ് എ റോൾ ഓഫ് എ വാച്ച് ഡോഗ്. മീഡിയ എന്താണ് ഒരു വാച്ച് ഡോഗ് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഒരു നായ പോലെ ഒരു ഡോഗ് പോലെ എല്ലാ വാർത്തയും ഉള്ളിലേക്ക് കയറ്റി വിടാതെ ആവശ്യമുള്ള വാർത്തകളെ മാത്രം സെലക്ട് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് ഉള്ളിലേക്ക് കയറ്റി വിടും. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ സഹിതം നമുക്ക് പറയാം. ഓക്കെ, അതിനു മുമ്പ് ഈ ഒരു ഗേറ്റ് കീപ്പിംഗ് മോഡൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കുർട്ട് സാഡെക് ലെവിൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് 1943. സോ കുർട്ട് ലെവിൻ ആണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ മോഡൽ ആരംഭിച്ചത്. 1943. പുള്ളിക്കാരൻ ഒരു സോഷ്യൽ സൈക്കോളജിസ്റ്റ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഒരു സൈക്കോളജി അല്ലെങ്കിൽ ഒരു സോഷ്യോളജി രീതിയിലായിരുന്നു ഈ ഒരു കമ്മ്യൂണിക്കേഷൻ മോഡൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ മോഡലിനെ മാസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ജേർണലിസം ന്യൂസുമായിട്ട് കണക്ട് ചെയ്തത് ഡേവിഡ് മാനിങ് വൈറ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഡേവിഡ് വൈറ്റ്സ് കമ്മ്യൂണിക്കേഷൻ മോഡൽ എന്ന് ഇതിനെ വിളിക്കുന്നത്. സോ ആരംഭിച്ചത് കുർട്ട് ലെവിൻ ആണെങ്കിലും ഇതിനെ ഒരു ജേർണലിസം അല്ലെങ്കിൽ മീഡിയ ന്യൂസ് ഡിസമിനേഷൻ ആ ഒരു രീതിയിലേക്ക് ആദ്യമായിട്ട് ഈ ഒരു തിയറിനെ ഈ ഒരു മോഡലിനെ കണക്ട് ചെയ്തത് ഡേവിഡ് വൈറ്റ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഡേവിഡ് വൈറ്റ്സ് കമ്മ്യൂണിക്കേഷൻ മോഡൽ എന്നാണ് വിളിക്കുന്നത്. സോ ഒരു എക്സാമ്പിൾ പറയാം. സി താഴെ N എന്ന് പറഞ്ഞത് ന്യൂസ് ആണ്, A എന്ന് പറയുന്നത് ഓഡിയൻസ് ആണ്. സോ അവിടെ N1, N2, N3, N4 ഉണ്ട്. 4 വാർത്തകളുണ്ട്. ഓക്കെ, സോ അതില് N1 എന്ന് പറയുമ്പോൾ ചൈനയിലെ ഫിനാൻസ് മിനിസ്റ്റർ മരിച്ചുപോയി. ന്യൂസ് 2 കേരളത്തിലെ കോവിഡ് കേസുകൾ കൂടുന്നുണ്ട്. ന്യൂസ് 3 മലയാളം ആക്ടർ മമ്മൂട്ടിക്ക് കോവിഡ് പോസിറ്റീവ് ആയിട്ട് ടെസ്റ്റ് ചെയ്തു. ന്യൂസ് 4 നൈജീരിയ എന്ന് പറഞ്ഞ രാജ്യം ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിച്ചു. സോ ഈ 4 വാർത്ത നോക്കുകയാണെങ്കിലും ഈ 4 വാർത്തയും ചിലപ്പം നമ്മുടെ ഓഡിയൻസിന്, അതായത് കേരളത്തിലെ നമ്മുടെ ജനങ്ങൾക്ക് ഈ 4 വാർത്തയും ഒരേ രീതിയിൽ പ്രാധാന്യം നൽകുന്നില്ല. ന്യൂസ് വർത്തിനെസ് നൽകുന്നില്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എന്താണ് ഈ 4 വാർത്തയും എന്താണ് ആ ഒരു ഗേറ്റിൽ തട്ടിയിട്ട് അതിൽ പ്രധാനപ്പെട്ട വാർത്ത മാത്രമേ ഓഡിയൻസിന്റെ അടുത്തേക്ക് എത്തുന്നുള്ളൂ. അതായത് N2ഉം N3യും മാത്രമേ ഓഡിയൻസിന്റെ അടുത്തേക്ക് എത്തുന്നുള്ളൂ. N1ഉം N4ഉം എന്താണ് ഗേറ്റിൽ തട്ടിയിട്ട് ആവശ്യമില്ല, അതായത് കേരളത്തിലെ ഓഡിയൻസിന് ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി തിരിച്ചു പോവുക ചെയ്യുന്നത്. അതായത് ചൈനയിലെ ഫിനാൻസ് മിനിസ്റ്റർ മരിച്ചു, അതേപോലെ നൈജീരിയ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിച്ചു. ഈ 2 വാർത്തയും എന്താണ് കേരളത്തിലെ ജനങ്ങൾക്ക് വായിക്കാൻ അത്ര താല്പര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതൊരു ന്യൂസ് വർത്തിനെസ് ഇല്ല കമ്പയറിംഗ് ടു മലയാളി പീപ്പിൾ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എന്താണ് എല്ലാ പത്രത്തിലും അതേപോലെ എല്ലാ TV ചാനലും ഒക്കെ തന്നെ എന്താണ് ഈ വാർത്ത കൊടുത്തു എന്ന് വരില്ല. സോ അതെന്താണ് തിരിച്ചയക്കും. വാർത്താ പ്രാധാന്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചയക്കും. മറിച്ച് എന്താണ് കേരളത്തിലെ കോവിഡ് കേസുകൾ കൂടുന്നു, മലയാളം ആക്ടർ മമ്മൂട്ടി കോവിഡ് പോസിറ്റീവ് ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവ് ആയി എന്ന് പറയുന്ന വാർത്ത. സോ ഈ 2 വാർത്തകൾ എന്താണ് ന്യൂസ് വർത്തിനെസ് ഉണ്ട് മലയാളി ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം. സോ ആ 2 വാർത്തയും എന്താണ് ആ ഗേറ്റ് വഴി ഉള്ളിലേക്ക് കടക്കും. ഓക്കെ, സോ വിച്ച് മീൻസ് ദാറ്റ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ മോഡൽ പറയുന്നത് എല്ലാ വാർത്തയും അതേപോലെ തന്നെ ഓഡിയൻസിനെ എടുക്കുന്നില്ല, മറിച്ച് എന്താണ് വാർത്തയെ സെലക്ട് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് ആവശ്യമുള്ള ഇമ്പോർട്ടന്റ് ആയ വാർത്തകൾ മാത്രം ഗേറ്റ് വഴി മാസ് മീഡിയയിൽ കൂടെ ഓഡിയൻസിന്റെ അടുത്തേക്ക് എത്തിക്കുന്നു. ഓക്കെ, സോ ഇതാണ് പ്രധാനപ്പെട്ട 6 കമ്മ്യൂണിക്കേഷൻ മോഡൽ. ഓക്കെ, സോ ഏറ്റവും ഏർലിയസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും പഴക്കം ചെന്ന കമ്മ്യൂണിക്കേഷൻ മോഡൽ ആയിരുന്നു അരിസ്റ്റോട്ടിൽ കമ്മ്യൂണിക്കേഷൻ മോഡൽ. പിന്നീട് ലാസ്വെൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ മോഡൽ, and Shannon and Weaver mathematical model of communication, Osgood and Strand circular model, Frank Dan's Hilkel model of communication, and at last David White's gatekeeper model. Okay. So hope this is clear. Okay, so പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേഷൻ മോഡൽസ് ആയിരുന്നു ഇത്. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിലെ നമുക്ക് തിയറീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മോഡൽസിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. പ്രധാനപ്പെട്ട തിയറീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മോഡൽ, അജണ്ട സെറ്റിംഗ് തിയറി, അതേപോലെ തന്നെ മാജിക് ബുള്ളറ്റ് തിയറി, ആ പോയിന്റ്സ് ഒക്കെ. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.